ഹലോ. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ ഷാർജ വാട്ടർ മെട്രോ ഫെറി പ്ലസ് ഷാർജ അക്വേറിയം ഈ ഒരു രണ്ട് സ്ഥലം നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോയിരുന്നു. ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അധികം ഞാൻ പറഞ്ഞ് ഇൻട്രോ ചടപ്പിക്കണില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും പെട്ടെന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരൂ. പിന്നെ നമ്മൾ നാട്ടിൽ പോകാറായി. വീഡിയോസിക്ക് തോന്നി നിങ്ങൾ നാട്ടിലെത്തുന്നേക്കാളും മുന്നേ വീഡിയോസൊക്കെ എന്തായാലും കാണും കേട്ടോ. ഞാൻ നാട്ടിൽ പോണേക്കാളും മുന്നേ. അപ്പോൾ 2-3 വീഡിയോസ് ഇതേപോലെയൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മൾ നാട്ടിലേക്ക് പോകുന്നത് May 26-നാണ് നാട്ടിലേക്ക് പോകുന്നത്, ഞായറാഴ്ച. കാരണം നെക്സ്റ്റ് വീക്ക് എനിക്കെൻ്റെ കോളേജ് ഓപ്പണിങ്, പിള്ളേർക്ക് സ്കൂൾ തുറക്കും. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ണിയേട്ടൻ വരുന്നുണ്ട് കേട്ടോ. ഉണ്ണിയേട്ടൻ ഒരു 10 ദിവസത്തെ ലീവിന് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് പെട്ടെന്ന് തിരിച്ചു വരും. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഷാർജ ദുബായ് വാട്ടർ മെട്രോ അതുപോലെ തന്നെ അക്വേറിയം ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മണിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വാട്ടർ മെട്രോ കയറാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഷാർജയിൽ നിന്നാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഷാർജയിൽ നിന്നാണ് ഫെറിയിൽ യാത്ര ചെയ്ത് ദുബായ് വരെ കേട്ടോ. പിന്നെ തിരിച്ചിട്ട് നമ്മൾ ഷാർജയിലേക്ക് തിരിച്ചെത്തും, അങ്ങനെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പോണ ഫെറി. ഓക്കെ. അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. കുറച്ചൊരു വെയിറ്റ് ചെയ്യണ്ട. എന്നിട്ട് നമുക്ക് 4 പേർക്കും ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ടിങ്ങിലേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നു കേട്ടോ. ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ ഒരു യാത്ര ചെയ്യുന്നത്. കാരണം കടലിൽ കൂടെ ഒരു യാത്ര ആദ്യമായിട്ടാണ്. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. അപ്പോൾ എന്തായാലും പോവാത്തവരൊക്കെ ഒരു തവണയെങ്കിലും പോകും. അടിപൊളി സംഭവമാണ്. വലിയ ആൾക്കാരും തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു ഫ്ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് പോലെ തോന്നി കേട്ടോ. കാരണം സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു ലുക്കായിരുന്നു. ആൾക്കാരൊന്നും വളരെയധികം കുറവായിരുന്നു. നമ്മൾ ഒഴിവ് ദിവസം ആയതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ നല്ല തിരക്കാണ് ഇതിലുണ്ടാവാറ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കടലിൽ കൂടെ ഒന്ന് യാത്ര ചെയ്താൽ അപ്പോൾ വീഡിയോ കാണും കേട്ടോ. കടലിൽ കൂടെ ഒക്കെ നമ്മൾ പോണ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണും. ഓക്കെ. അപ്പോൾ അതിൽ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു തരും കേട്ടോ, സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു മെനു കാർഡ് നമ്മുടെ കയ്യിൽ തരും. നമുക്ക് ഇഷ്ടമാണെങ്കിൽ സെലക്ട് ചെയ്യാം. ഓക്കെ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഞാൻ മേടിച്ചത് മിറിൻ്റെ ആയിരുന്നു. പിന്നെ അത് മേടിച്ചത് പെപ്സി ആയിരുന്നു. ആദ്യക്കുട്ടൻ മേടിച്ചത് മിറിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ കടലിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കേ. അപ്പോൾ ഈ കാണുന്നത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് കേട്ടോ. ഇത് നൈറ്റ് ഒരു 12 മണിക്ക് ശേഷം ഇതൊന്ന് പൊന്തും. കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടെ കപ്പൽ പോകട്ടോ. കാരണം കപ്പലിൻ്റെ ഹൈറ്റിന് വേണ്ടിയിട്ട്. അല്ലാത്ത രാവിലെയൊക്കെ ആണെങ്കിൽ രാത്രി 12 മണി വരെ ഇങ്ങനെ റോഡ് പോലെ തന്നെ പോയി ഉപയോഗിക്കാം കേട്ടോ. അടിപൊളി സംഭവം കേട്ടോ അത്. നമ്മൾ നേരെ കാണുന്നത് നമ്മൾ അബ്ര സ്റ്റേഷനാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ദുബായ് അമ്പലത്തിൽ പോയപ്പോൾ നമ്മൾ ബോട്ടിംഗ് സർവീസൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കണം. നമ്മൾ അവരവരുടെ പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ TV യിൽ ഇങ്ങനെ കാണിക്കാം കേട്ടോ. എങ്ങാനും വീണ് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യണം. ഓക്കെ. എനിക്ക് നീന്തലറിയില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ എന്തായാലും നമ്മൾ ദുബായ് ഡെസ്റ്റിനേഷൻ എത്തിക്കണം. നമ്മൾ ഇതാണ് കേട്ടോ. അവിടെ ചെറിയൊരു കഫറ്റീരിയ ഉണ്ട്. നമുക്ക് അവിടെ സാൻഡ്വിച്ചസ് ജ്യൂസസൊക്കെ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. അങ്ങനെ നമ്മൾ ദുബായ് എത്തി. ഒന്നുമില്ല, ദുബായിലെത്തും. തിരിച്ച് നമുക്ക് അവിടെ നിന്നിട്ട് 5 മണിക്കാണ് ഈ ഒരു ഫെറി ഉള്ളൂ നമ്മൾ ഷാർജയിലേക്ക്. അപ്പോൾ അതുവരെ വെറുതെ ജസ്റ്റ് ഒന്ന് അതൊന്ന് കറങ്ങി നടക്കാം. അതിൽ നമ്മൾ തിരിച്ചു പോരും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ദുബായ് എത്തി.
നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ചുമ്മാ അവിടെ വെറുതെ ഒന്ന് കറങ്ങി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ കറങ്ങാം, അത്രയേ ഉള്ളൂ. വെയിലായ കാരണം അധികമൊന്നും കറങ്ങാൻ പറ്റില്ല കേട്ടോ. പിന്നെ പിള്ളേർക്ക് കുറച്ച് ചോക്ലേറ്റ്സ് മേടിക്കണം പറഞ്ഞിട്ട് അവർക്ക് കുറച്ച് ചോക്ലേറ്റ്, അവർക്ക് ഇങ്ങനത്തെ ചോക്ലേറ്റ് വേണം പറഞ്ഞപ്പോൾ ആ ചോക്ലേറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചു. ഇപ്പോൾ ഏകദേശം ഒരു 4-4:30 കഴിക്കണം. അപ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വിചാരിച്ചു. അവിടെ ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് നല്ലൊരു ഡബിൾ സ്ട്രോങ് ചായയും കുടിച്ചു. ഞാൻ കഴിച്ചത് മുളക് ബജിയായിരുന്നു കേട്ടോ. പിള്ളേരെന്താ കഴിച്ചത്? പിള്ളേർ കഴിച്ചത് പപ്സ്. അവർ പപ്സ കഴിച്ച്, ഞാൻ ഉണ്ണിയേട്ടൻ്റെ മുളക് ബജി കേട്ടോ. ഇത് ഷെയ്ഖ് മുഹമ്മദിൻ്റെ തറവാടാണ് കേട്ടോ. അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് കാണാം. ആ ഒരു മ്യൂസിയം പോലെ അവരിങ്ങനെ സൂക്ഷിച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്ന അവരുടെ കട്ടിലുകളും അവരുടെ പെയിൻറ്റിങ്സുകളും അവരുടെ സഭ കൂടുന്ന സമയത്തുള്ള അവരുടെ രാജ്യസഭയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, മീൻസ് അവരുടെ ആ ഒരു സിംഹാസനം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ മുന്നേ ഉപയോഗിച്ചിരുന്ന അവരുടെ പാത്രങ്ങൾ, അങ്ങനെയുള്ള അവരുടെ ആ ഒരു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇപ്പോഴും അതുപോലെ സൂക്ഷിച്ച് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അപ്പോൾ അതൊക്കെ പോയി കണ്ടു. ഫ്രീ ആണ്, നമുക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമുക്കൊന്ന് വരാം. ഓക്കെ. ഏകദേശം 5 മണി ആവാറായിക്കുന്നത് നമ്മുടെ ഫെറി വരുന്നുണ്ട്. നമുക്ക് ഇതിൽ തിരിച്ച് നമുക്ക് ഷാർജയിലേക്ക് തന്നെ പോകാണ് കേട്ടോ. നേരെ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കേട്ടോ. അപ്പോൾ എന്തായാലും ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. 4 മണിക്ക് ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആയിരുന്നു. നമ്മളുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി തിരിച്ച് നമ്മുടെ ഷാർജയിലേക്ക് പോകാം കേട്ടോ. കാരണം നമ്മുടെ വണ്ടി നമ്മൾ ഷാർജയിൽ പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും തിരിച്ച് സെയിം നമ്മൾ അതേപോലെ തന്നെ തിരിച്ച് കടലിലൂടെയുള്ള യാത്ര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല ഇങ്ങനെ കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ കടൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ അത്ര ചൂടൊന്നും തോന്നിയിരുന്നില്ല കേട്ടോ. നല്ല സുഖമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി തിരിച്ച് നമ്മൾ ഷാർജ എത്തിയിട്ട് കാണാം. ഓക്കെ. അങ്ങനെ തിരിച്ച് നമ്മൾ ഷാർജയിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകണേക്കാളും മുന്നേ നമ്മൾ ഒരു സ്ഥലത്തേക്കും കൂടിയും പോകുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് ഷാർജ അക്വേറിയം ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെയും കൂടി ഒന്ന് പോവാം. അവിടെ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഒരു ശനിയാഴ്ച വന്നിട്ട് അന്ന് ഫ്രീ ആയിരുന്നു കേട്ടോ. നോർമലി ഉള്ള ദിവസങ്ങളിൽ നമ്മൾ എന്താണ് ടിക്കറ്റിന് ക്യാഷ് ഉണ്ട്. പക്ഷേ നമ്മൾ പോയ സമയത്ത് ഫ്രീ ആയിരുന്നു. കാരണം നമ്മൾ ടിക്കറ്റ് പൈസ ഒന്നും മേടിച്ചില്ല, അന്ന് ഫ്രീ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയും കൂടിയും ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അക്വേറിയം മീൻസ് ദുബായ് മോളിൽ നമ്മൾ കണ്ടതാണ് അക്വേറിയം. അപ്പോൾ ഇവിടുത്തെ എങ്ങനെയാണെന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ആ എൻട്രൻസിൽ തന്നെ ഈ ഷെല്ലുകൾ കക്കകളൊക്കെ ഒരുപാട് ഇങ്ങനെ അവരിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അക്വേറിയത്തിൻ്റെ ഒരു പ്രതീതി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷേ അടിപൊളിയായിട്ട് നമുക്ക് ശരിക്കും ഒരുപാട് മീനുകളെ കാണട്ടെ, ഒരുപാട് വെറൈറ്റി ഫിഷസുകൾ അവിടെ കാണാൻ സാധിക്കും കേട്ടോ. നമുക്ക് സൂപ്പറായിരുന്നു. എനിക്കൊന്ന് ദുബായ് മോളിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ സാധിക്കും. അടിപൊളിയായിരുന്നു. നമ്മൾ ചെന്ന ദിവസം ഫ്രീ ടിക്കറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് വെറൈറ്റി ഓഫ് ഫിഷസുകളെയും അതുപോലെ സ്റ്റാർ ഫിഷ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആദ്യമായിട്ട് കാണട്ടെ. ഞാൻ ആദ്യമായിട്ട് മീൻസ് അങ്ങനെ തൊടാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് തൊടാൻ വേണമെങ്കിൽ അങ്ങനെ ഒരുപാട് മീനുകളെ നമുക്ക് കാണാം. അപ്പോൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മൾ ഷാർജ അക്വേറിയത്തിൻ്റെ ഉള്ളിലുള്ള അടിപൊളി കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോളൂ. ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് നിങ്ങളെ ചടപ്പിക്കണില്ല. അപ്പോൾ എന്തായാലും കണ്ടോളൂ കേട്ടോ.
യാത്രയൊക്കെ കഴിഞ്ഞ് അവസാനത്തിലേക്ക് എത്തിക്കട്ടെ. അപ്പോൾ കടലിൻ്റെ ഉള്ളിൽ നിന്ന് അവർക്ക് കിട്ടിയ സംഭവങ്ങളൊക്കെ അവർ ഇതുപോലെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്പ്രൈറ്റിൻ്റെ കുപ്പികൾ, അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടു കേട്ടോ അവിടെ. കടലിൽ നിന്നും അവർക്ക് കിട്ടിയ സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നേരെ ഇനി നമുക്ക് എക്സിറ്റാണ്. അപ്പോൾ അവിടെ ഒരു കോഫി ഷോപ്പ് പോലെ സംഭവമുണ്ട്. നമുക്ക് പുറത്തൊക്കെ പോയിട്ട് ഇതുപോലെ ടേബിളും ചെയറൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. അങ്ങനെ പിന്നെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. പിന്നെ നമ്മളിനി എക്സിറ്റാണ് കേട്ടോ, പുറത്തേക്ക് പോവാണ്. അപ്പം നമ്മുടെ ബോട്ടിങ് യാത്ര ചെയ്ത ഏരിയയൊക്കെയാണ് കേട്ടോ അത്. ഏകദേശം വൈകുന്നേരം ഒരു 6:30 6:45 ആവാറായിരിക്കണം. ഇവിടെ പിന്നെ സൂര്യൻ വൈകിട്ട് അസ്തമിക്കുന്ന കാരണം നമുക്ക് കുറച്ചും കൂടി ലൈറ്റ് തോന്നും. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി ഷാർജ അക്വേറിയം, പിന്നെ പുറത്ത് ഇതേപോലെ കടലിലെ ഈ നമ്മൾ നീരാളി അതേപോലെയൊക്കെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കണം, അതൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മളെ വണ്ടിയിലേക്കാണ് കേട്ടോ, നമ്മൾ കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി നമ്മൾ തിരിച്ച് നമ്മൾ ഷാർജ നമ്മൾ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും പോണ വഴിക്ക് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു പോകാം, അല്ലെങ്കിൽ ചെന്നിട്ട് വയ്ക്കാനൊന്നും സമയമില്ല. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഈ ഒരു ഷവർമ ഷോപ്പ് കാണിച്ചിരുന്നു നിങ്ങൾക്ക്. നല്ല അടിപൊളി ഷവർമ കിട്ടുന്ന സ്പോട്ടാണെന്ന് പറഞ്ഞിട്ട്, നമ്മളെ മെഗാ മോളിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ഷാർജ. അപ്പോൾ അവിടെ നമ്മൾ ഷവർമയും കാര്യങ്ങളൊക്കെ കഴിച്ചു. നമ്മൾ പാഴ്സൽ ചെയ്യാണ് ചെയ്തിട്ട്, കാരണം ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതുപോലെ അക്വേറിയം ആണെങ്കിലും സൂപ്പറായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി അക്വേറിയം, കാരണം നമ്മൾ ദുബായ് മോളിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് കാണാമെന്ന് തോന്നി. നല്ല അടിപൊളി സംഭവമായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. നമ്മൾ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ചാനൽ എത്രയും പെട്ടെന്ന് സപ്പോർട്ട് ആക്കിക്കോളൂ. അപ്പോൾ ഇനി വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ.